ഹലോ എവ്രി വൺ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ പൊതുവെ അന്വേഷിക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സാമിനേഷൻ എപ്പോഴൊക്കെയാണ്, സർട്ടിഫിക്കറ്റ്സ് എങ്ങനെ വരും, റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് എത്തും അല്ലേ? പക്ഷെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരുമ്പോൾ പലരുടെയും സംശയം നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നാണ്. ഫോർ എക്സാമ്പിൾ, NIOSന് ഒരു ഹെഡ് ക്വാർട്ടർ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. നോയിഡയാണ് NIOSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ തൊട്ട് താഴെയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ നമ്മുടെ കൊച്ചിയില്, എറണാകുളത്തില് നമ്മുടെ റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് മാറിക്കൊണ്ടാണ് സ്റ്റഡി സെന്റേഴ്സ് വരുന്നത്, അതായത് പഠന കേന്ദ്രങ്ങൾ. അതിപ്പോ നമ്മളൊരു സ്റ്റുഡന്റ് അവരുടെ നിയർ ബൈ ഏരിയാസിലുള്ള സ്കൂളോ കോളേജോ എന്തുമാകാം ഈ ഒരു സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ ലേണിംഗ് സപ്പോർട്ട് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ NIOSന്റെ തലസ്ഥാനമായിട്ടുള്ള നോയിഡയിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസും അതാണ് കേന്ദ്രം. അവിടെ നിന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വരുന്നത്. രണ്ടാമത്തെ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ റീജിയണൽ സെന്റർ ആണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന നഗരിയിലാണ് റീജിയണൽ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ റീജിയണൽ സെന്റേഴ്സ് ത്രൂ ആണ് ആ സംസ്ഥാനത്തിലെ NIOS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തേത് അതാണ് സ്റ്റഡി സെന്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റുഡന്റ് എവിടെയാണോ താമസിക്കുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഏതെങ്കിലും സ്കൂളോ കോളേജോ ആയിരിക്കാം ഈ ഒരു സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് NIOSലേക്ക് സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന വളരെ ഓതന്റിക്കൽ ആയിട്ടുള്ള ചില ഫെസിലിറ്റേഷൻ സെന്റേഴ്സും ഉണ്ട്. അത് ത്രൂ ആണ് ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നതും പിന്നെ ത്രൂ ഔട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഫെസിലിറ്റേഷൻ സെന്ററിലൂടെയാണ്. അപ്പൊ പറയട്ടെ, അത്തരത്തിലൊരു വലിയ ഫെസിലിറ്റേഷൻ സെന്റർ തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. യെസ്, കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്ലിക്കേഷൻ എന്നതിലുപരി NIOS ത്രൂ, അതായത് NIOSൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി വഴി അഡ്മിഷൻ എടുക്കുകയും ഈ ഒരു 6 month കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സാം ഒക്കെ എഴുതി സക്സസ്ഫുൾ ആയിട്ട് പാസ്സായി വരാറുമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇനി NIOS റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം അറിയണം എന്നാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെന്റേഴ്സ്, റീജിയണൽ സെന്റേഴ്സ് ആൻഡ് ഓൾസോ ലേണിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, 2027 നമ്മുടെ ഈ ഒരു ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറന്റ്ലി 2026 ഒക്ടോബർ ബാച്ച് ഓൺ ഗോയിങ് ആണ്. അപ്പൊ എക്സാമിന് ഇനി എക്സാം ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒക്ടോബർ ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി കൂടുതൽ അപ്ഡേഷൻസ് അറിയണമെന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംശയവും NIOS റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സംശയവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരാവുന്നതാണ്. ആൻഡ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.